സ്പാനിഷ് ലീഗിൽ മികച്ച ജയം സ്വന്തമാക്കിയ റയൽ മാഡ്രിഡ്. സാന്റിയാഗോ ബെർണബ്യൂവിൽ സെവിയെ നേരിട്ട റയൽ മാഡ്രിഡ് 2-നെതിരെ 4 ഗോളുകൾക്കാണ് വിജയിച്ചത്. ജയത്തോടെ സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് മുന്നേറാൻ റയലിനായി. 1-1 മികച്ച ഗോളുകളാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. 10ാം മിനിറ്റിൽ റോഡ്രിഗോയുടെ പാസിൽ നിന്ന് ഉഗ്രൻ ലോങ് റേഞ്ചറിലൂടെ കിലിയൻ എംബാപ്പയാണ് റയലിന്റെ ഗോൾ വേട്ടയ്ക്ക് ആരംഭം കുറിച്ചത്. 20ാം മിനിറ്റിൽ കമോംഗയുടെ അസിസ്റ്റിൽ നിന്ന് മറ്റൊരു ലോങ് റേഞ്ചറിലൂടെ ഫെഡറിഗോ വൽവർദെ റയലിന്റെ ലീഡ് ഇരട്ടിയാക്കി. 34ാം മിനിറ്റിൽ ലൂക്കാസ് വാസ്കസിന്റെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോ കൂടി ഗോൾ നേടിയതോടെ റയൽ 3 ഗോളുകൾക്ക് മുന്നിൽ. തൊട്ടടുത്ത മിനിറ്റിൽ ഇസാക് റൊമേറോയിലൂടെ ഒരു ഗോൾ മടക്കി ആദ്യ പകുതി 3 എന്ന നിലയിൽ അവസാനിച്ചു. 2ാം പകുതിയിൽ 53ാം മിനിറ്റിൽ എംബാപ്പയുടെ അസിസ്റ്റിൽ ബ്രാഹിം ഡിയാസിന്റെ ഗോൾ റയലിന്റെ വിജയം ഉറപ്പിച്ചു. തുടർന്ന് 85ാം മിനിറ്റിൽ ലുക്കെ ബാക്കിയോ സെവിയ്ക്കായി ഒരു ഗോൾ കൂടി മടക്കി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 60% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 16 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 634 പാസുകൾ 90% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് സെവിയ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ വിജയത്തോടെ 18 മത്സരങ്ങളിൽ 40 പോയിന്റുമായി റയൽ ലീഗിൽ 2ാം സ്ഥാനത്തെത്തി. 18 മത്സരങ്ങളിൽ 41 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡാണ് 1ാം സ്ഥാനത്ത്. 19 മത്സരങ്ങളിൽ 38 പോയിന്റുമായി ബാഴ്സലോണ 3ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 18 മത്സരങ്ങളിൽ 22 പോയിന്റുള്ള സെവിയ 14ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.